പത്തല്ല 8 ദിവസത്തിന് എന്തുകൊണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. ഓക്കെ, പറഞ്ഞോ. വാട്ട് ടൈപ്പ് ഓഫ് പോളിമർ ഈസ് കെവ്ലാർ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, പോളിയമൈഡ്. പോളിയമൈഡിൽ വരുമെങ്കിലും അത് എക്സാക്ട്ലി എന്താണ്? അരോമാറ്റിക് പോളിയമൈഡ് ആണ് കേട്ടോ. എന്തുണ്ടാ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അരോമാറ്റിക് പോളിയമൈഡ് എന്ന് പറയുന്നത് അതെ, രണ്ട് റിയാക്ടൻസിലെല്ലാം എന്തുണ്ട്? ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീൻ മാത്രമാണോ അരോമാറ്റിക് എന്ന് പറയുന്നത്? വേറെ ഏതെങ്കിലും അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ടോ? എന്തോ ക്ലോസ്ഡ് ആയിട്ടുള്ള ലൂപ്പ് വരുമ്പോൾ അങ്ങനെ പഠിക്കരുത് കേട്ടോ. ക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ ലൂപ്പും അരോമാറ്റിക് ഒന്നും അല്ല. ഇത് അരോമാറ്റിക് ആണോ? ഐ മീൻ ഈ സാധനം അല്ല കേട്ടോ. റിങ് വരുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ റിങ്സും അരോമാറ്റിക് ഒന്നും അല്ല. അരോമാറ്റിക്കിന് കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. ഹക്കിൾസ് റൂൾ ഓഫ് മൾട്ടിപ്ലിസിറ്റി അതൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. ബെൻസീൻ റിങ് എടുത്തു കഴിഞ്ഞാൽ ബെൻസീൻ റിങ് അരോമാറ്റിക് ആണ്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് അരോമാറ്റിക് ഗ്രൂപ്പ്സ് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ പിന്നെ പോളിയെത്തിലീന്റെ ക്ലാസ് ഓഫ് അതിൽ വരുന്നില്ല. കെവ്ലാർ പോളിയസ്റ്റർ അല്ല. പോളിയസ്റ്ററിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. പോളിയസ്റ്റർ അതൊരു ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. അല്ലെ ഒരു പോളിമറിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ പോളിയസ്റ്റർ ആയിട്ട് വരുന്നത്. പോളിയെത്തിലീൻ ടെറഫ്താലേറ്റ് പോളിയസ്റ്റർ വരുന്നതാണ്. ഓക്കെ. The polyamide Kevlar is an aromatic polyamide aramid fiber characterized by strong amide bonds in its molecular structure that contributes to its high tensile strength and thermal stability. Okay. So which property makes ABS suitable for manufacturing Lego bricks? ഓപ്ഷൻ ബി. വേറെ ആർക്കെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ടോ? ഉണ്ടോ? ഓപ്ഷൻ ഡി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഈ ലെഗോ ബ്രിക്സ് എന്താന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നേരത്തെ ഒരു ടോയ് കാണിച്ചെന്നില്ല നമ്മൾ കളിക്കാൻ കൊടുക്കുന്ന ടോയ്. ഓക്കെ, ഈ ടോയ് ഇത് നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ട് ഓരോ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിന് മെയിൻ ആയിട്ട് എന്താണ് വേണ്ടത്? തറയിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോരുത്, അതല്ലേ മെയിൻ ആയിട്ട് ഇതിന് വേണ്ടത്. ട്രാൻസ്പെറൻസി നമുക്ക് ആവശ്യമില്ല, ബയോഡിഗ്രേഡബിലിറ്റി ആവശ്യമില്ല. അത് ടോയ് ആണ്, നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന സാധനമാണ്, നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത് കളയുന്നതല്ല. തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ആവശ്യം അവിടെ ഇല്ല, അല്ലെ? ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആണ് വേണ്ടത്. അതായത് തറയിലൊന്ന് വീണ് കഴിഞ്ഞാലും അത് ബ്രേക്ക് ആയി പോകരുത്. ഓക്കെ, സോ ഹൈ ഇമ്പാക്ട് റെസിസ്റ്റൻസ്. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ എവിടെയെങ്കിലും ടെമ്പറേച്ചർ വരുന്ന ആപ്ലിക്കേഷൻ ആണ് ആ ഒരു പോളിമർ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കുക. ഇവിടെ ഇമ്പാക്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ടഫ് ക്യാൻ വിസ്റ്റാൻഡ് റിപ്പീറ്റഡ് ഇമ്പാക്ട്സ് വിത്തൗട്ട് ക്രാക്കിംഗ് ഓർ ഡിഫോമിംഗ്, making it ideal for toys like Lego bricks that require durability. Okay, പറഞ്ഞില്ല എന്നാലും ഒന്ന്
Okay. What happens to Kevlar when it is exposed to high temperatures? C. It decomposes without melting. Where? becomes brittle. Becomes Brittle. brittle. Option B. It burns immediately. ഓപ്ഷൻ ബി ഒരിക്കലും വരില്ല പറഞ്ഞല്ലേ. അത് കത്തിപ്പിടിക്കില്ല ഒരിക്കലും. മെൽറ്റ് ചെയ്യാന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, മെൽറ്റ് ചെയ്യില്ല കേട്ടോ. ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഡീകമ്പോസസ് വിത്തൗട്ട് മെൽറ്റിംഗ് ആണ്. ബ്രിട്ടിൽ എന്ന് പറയുമ്പോ ബ്രിട്ടിൽ അല്ല, നമുക്ക് എന്താ പറയാ, ബ്രിട്ടിൽ എന്ന് പറയുമ്പോൾ ഒടിഞ്ഞു പോകുന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലേ. കെവിലാറൊന്നും ഒരിക്കലും ഒടിഞ്ഞു പോകത്തില്ല, ഡീകമ്പോസ് ചെയ്ത് പോവുക ചെയ്യുക. Kevlar does not melt but decomposes at temperatures above 500 degrees Celsius, making it highly heat resistant and suitable for flame resistant applications. ഡീകമ്പോസ് ആണ്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് പോളിമർ ആണ്? തെർമോസെറ്റ് ആയിരിക്കോ തെർമോപ്ലാസ്റ്റിക് ആയിരിക്കോ? പറഞ്ഞേ. തെർമോസെറ്റിക്. തെർമോസെറ്റ് ആണ്. അത് മെൽറ്റ് ചെയ്യില്ല, മെൽറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ആവില്ല. തെർമോപ്ലാസ്റ്റിക്കിന്റെ മെയിൻ എന്ന് പറയുന്നതാണ് സോഫ്റ്റ് ചെയ്ത് നമ്മൾ ഷേപ്പ് മാറ്റുന്നതാണ് തെർമോപ്ലാസ്റ്റിക്. അപ്പൊ ഇതിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. കെവിലാർ എന്ന് പറയുന്നത് ഒരു തെർമോസെറ്റ് ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം ഈ അമൈഡ് ക്ലാസ് ഒക്കെ വരുന്നത് ജനറലി തെർമോപ്ലാസ്റ്റിക് ആണ്. അരോമാറ്റിക് വരുമ്പോഴാണ് ഇതാണ് തെർമോസെറ്റ് ആവുന്നത്. ഓക്കെ. So which component of ABS provides impact resistance? Option B. Butadiene. Okay. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, പറഞ്ഞു തന്നെയാണ്, ബ്യൂട്ടാഡൈൻ ആണ്. ബ്യൂട്ടാഡൈൻ കമ്പോണന്റ് ഇൻ ABS acts as a rubbery phase, giving it excellent impact resistance and toughness. Why is Kevlar used in body armor? ഓപ്ഷൻ എ. വേറെ Option A. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, പ്രത്യേകിച്ച് അവിടെ നോക്കണ്ടല്ലോ. ലൈറ്റ് വെയിറ്റ് ആണ്, ഇമ്പാക്ട് അബ്സോർബ് ചെയ്യും. ട്രാൻസ്പെറന്റ് ഒന്നും അല്ല, ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ ആക്കി എടുക്കുക. അതായത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ഫൈബർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും, അല്ലാണ്ട് ഷീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇറ്റ്സ് ഇൻഎക്സ്പെൻസീവ് ആൻഡ് ബയോഡിഗ്രേഡബിൾ. തെറ്റാണ്. ഹൈലി എക്സ്പെൻസിബിൾ ആണ്, ബയോഡിഗ്രേഡബിൾ അല്ല. ഡിഗ്രേഡ് ചെയ്യിക്കാൻ പറ്റും, ഭയങ്കര എന്താ പറയാ, ഇൻഡസ്ട്രിയൽ ലെവലിലൊന്നും ചെയ്യാൻ പറ്റില്ല. ലാബിൽ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രേഡ് ചെയ്യിക്കാന്നുള്ളതേ ഉള്ളൂ. ബയോഡിഗ്രേഡബിൾ ഒരിക്കലും അല്ല. വാട്ടർ പ്രൂഫ് ആൻഡ് മാഗ്നറ്റിക് അല്ല, വാട്ടർ പ്രൂഫ് ഒന്നും അല്ല. ഓക്കെ. It's lightweight and absorb impacts. So Kevlar's high tensile strength allows it to absorb and dissipate the energy from bullets and other projectiles, making it suitable for protective use like body armor. So what is a major disadvantage of ABS? ക്ലാസ്സിൽ പറഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞുതരാം. ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ്. പിന്നെ C. എക്സ്പ്ലെയിൻ ചെയ്തുതരാമോ എന്തുകൊണ്ടാ സി വരുന്നുള്ളത്? സി ആണ് ആൻസർ. അറിയോ? ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകും, പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ ABS എന്ന് പറയുമ്പോൾ അക്രിലോനൈട്രൽ ഉണ്ടാവും, ബ്യൂട്ടാഡൈൻ ഉണ്ടാവും, സ്റ്റൈറീൻ ഉണ്ടാവും. ഇതില് ബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ പറഞ്ഞ ബ്യൂട്ടാഡൈൻ ആണ് അല്ലെ. ഡൈൻ എന്ന് പറയുമ്പോൾ രണ്ടിടത്ത് ഡബിൾ ബോണ്ട് വരുന്നുണ്ട്.
ഈ ഡബിൾ ബോണ്ടിൽ ഈ ആദ്യത്തെ ബോണ്ട് എന്ത് ബോണ്ടായിരിക്കും? ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബോണ്ട് തമ്മിൽ ചേർന്നതാ ഒരു ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത്? സിഗ്മയും ഒരു ആ, പൈയും. ഒരു സിഗ്മയും ഒരു പൈയും. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ടോ? രണ്ട് പൈയും ഒരു സിഗ്മയും ആ, ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ ബോണ്ട് മാത്രമായിരിക്കും. അപ്പൊ ആദ്യത്തെ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ആയിരിക്കും. ഇനി സിഗ്മ ആണോ പൈ ആണോ സ്ട്രോങ്? പറഞ്ഞോ, സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ സ്ട്രോങ്? അങ്ങനെ പൈ ബോണ്ടാണ്. പൈ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പൈ അല്ല, സിഗ്മ ബോണ്ടാണ് സ്ട്രോങ്ങർ കേട്ടോ. ആദ്യം ഉണ്ടാവുന്ന സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ സിഗ്മ ബോണ്ട് ആയിരിക്കും എപ്പോഴും സ്ട്രോങ്ങർ. ഈ പൈ ബോണ്ട് വീക്ക് ബോണ്ടാണ്. പൈ ബോണ്ട് ഒരിക്കലും സിഗ്മ ബോണ്ട് 2 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺ ഒരു സ്റ്റഡി പൊസിഷനിലൊക്കെ ഒരു മര്യാദയ്ക്കായിരിക്കും. പക്ഷെ പൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൈ ക്ലൗഡ് പോലത്തെ ഒരു സാധനത്തിൽ ഒരു സ്റ്റേഷനറി ആയിട്ട് നിൽക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു സ്പെസിഫിക് പൊസിഷൻ ഒന്നും കാണൂല. ഇലക്ട്രോൺസ് ഇങ്ങനെ ഒരു ക്ലൗഡിന്റെ അകത്ത് ഒരു റീജിയനിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇവരെ ബ്രേക്ക് ചെയ്യിക്കാനും ഇവരെ എടുത്ത് കളയാനൊക്കെ എളുപ്പമാണ്. അപ്പം ഒരിടത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് സിംഗിൾ ബോണ്ട് സി, ഡബിൾ ബോണ്ട് സി, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സി, ഇങ്ങനെയാണ് ബ്യൂട്ടഡൈൻ്റെ വരുന്നത്. ഇങ്ങനെ വരുമ്പോ ഈ ഒരു പൈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കളയാൻ ഭയങ്കര എളുപ്പമാണ്. സൺലൈറ്റ് മതി. അത് യു വിയിലേക്ക് അടിക്കുന്ന സമയത്ത് തന്നെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് 2 ഇലക്ട്രോൺസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മാറി നിൽക്കും. ഓക്കെ, ഇതിനെയാണ് ഫോട്ടോ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ എവിടെയാണോ ഡബിൾ ബോണ്ട് ഉള്ളത് ആ ഡബിൾ ബോണ്ടിനെയൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യിക്കാനായിട്ട് യു വി ലൈറ്റിന് പറ്റും. അതുകൊണ്ടാണ് ഇറ്റ്സ് വൾണറബിൾ ടു യു വി ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്യൂട്ടാഡൈൻ പാർട്ടാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ നിങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞൂടാ, CH ഇവിടെ ബെൻസീൻ റിങ്ങിന്റെ അകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്, അതിന് എഫക്ട് ചെയ്യില്ല എന്ന് ചോദിക്കും. ആർക്കെങ്കിലും അങ്ങനെ ഡൗട്ട് ഉണ്ടോ? ബെൻസീൻ റിങ്ങിന്റെ അകത്തുള്ളതിനെ എഫക്ട് ചെയ്യില്ല. കാരണം ബെൻസീൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒന്നാമത് ഒരു പെൻഡന്റ് ഗ്രൂപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന്റെ അകത്ത് തന്നെ അവര് ഹൈലി ബോണ്ടഡ് ആയിരിക്കും. ഇതിന്റെ അകത്തൊരു പൈ ക്ലൗഡ് ഉണ്ടാവുകയും ആ ക്ലൗഡിന്റെ അകത്തായിട്ടിരിക്കുന്ന ഈ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻസ് എല്ലാം സംഭവിക്കുന്നത് ആർക്കായിരിക്കും? ബാക്ക് ബോണിനായിരിക്കും. ബാക്ക് ബോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോളിമറിന്റെ മെയിൻ ചെയിനെയാണ് നമ്മൾ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന സാധനങ്ങളെല്ലാം പെൻഡന്റ് ഗ്രൂപ്പ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ നോർമലി പെൻഡന്റ് ആയിട്ടായിട്ട് ഇരിക്കുക. മെയിൻ ചെയിൻ അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്ന ചെയിനിലാണ് ഡീഗ്രഡേഷൻ എല്ലാം സംഭവിക്കുക. അപ്പൊ ബ്യൂട്ടാഡൈന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ബ്യൂട്ടാഡൈനിൽ പെൻഡന്റ് ഗ്രൂപ്പ്സ് ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മുടെ അക്രിലോനൈട്രൽ എടുക്കുമ്പോഴും അക്രിലോനൈട്രൽ എടുക്കുന്ന സമയത്തും സ്റ്റൈറീൻ എടുക്കുന്ന സമയത്തും പെൻഡന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ ബാക്ക് ബോണിൽ എന്തില്ല? ഡബിൾ ബോണ്ട് ഒന്നുമില്ല. ഇവിടെ ഡബിൾ ബോണ്ട്, ആ ഡബിൾ ബോണ്ട് ഉള്ളത് ബ്യൂട്ടാഡൈനാണ്. അപ്പൊ ഈ ബ്യൂട്ടാഡൈൻ കാരണമാണ് ഇവര് യു വി ലൈറ്റ് വരുന്ന സമയത്ത് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നത്. പക്ഷെ നമുക്ക് ആന്റി ഡീഗ്രഡൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ട് അത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, so ABS degrades when it is exposed to prolonged UV radiation, resulting in discoloration and brittleness. So the butadiene component ABS, which contributes to its toughness and impact resistance, is highly susceptible to UV light. UV radiation breaks down the double bonds in the butadiene, leading to the formation of free radicals, which initiate in a chain reaction of degradation. Clear അല്ലേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യനിൽ? ഉണ്ടോ? പോയോ എല്ലാരും? ഓക്കെ. So the monomers of Kevlar are ഏതാണ്? ഓപ്ഷൻ ഡി. ഏതാ? ഡി. ഇവിടെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാരും ഡി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും അതില്? ഓപ്ഷൻ ഡിയില് ആസിഡ് പറഞ്ഞത്
ആ ആരാ ചോദിച്ച? ആ ഒരാളെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് വെച്ചാൽ പാരാഫിലിൻ ഡയമീൻ മാത്രം കണ്ടിട്ട് ഇത് പറയല്ലോ. ഇവിടെ ടെറഫ്താലിക് ആസിഡ് എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മോണോമർ ഏതാ? റിയാക്ടന്റ് നേരത്തെ പറഞ്ഞത് ഏതാ? ടെറഫ്തലോയിൽ ക്ലോറൈഡ്. ടെറഫ്താലിയോൾ ക്ലോറൈഡ് ആണ്. അപ്പം പ്രശ്നം ഉണ്ടോ? അത് രണ്ട് സെയിം ആണോ? ടെറഫ്താലിയോൾ ക്ലോറൈഡും ടെറഫ്താലിക് ആസിഡും സെയിം ആണോ? ടെറഫ്താലിക് ആസിഡും ടെറഫ്തലോയിൽ തൈനോക്ലോറൈഡും ക്ലോറൈഡ് ചേർന്നല്ലേ? എന്തോ? ടെറഫ്താലിക് ആസിഡും തൈനോൾ ക്ലോറൈഡും ചേർന്നതല്ലേ സർ ടെറഫ്താലിക് ക്ലോറൈഡ്? ആ ഓക്കെ ഓക്കെ, അത് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ഒരു നമ്മുടെ ഈ മോണോമറിന്റെ എന്ത് പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചു. ടെറഫ്താൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ബെൻസീൻ റിംഗ് ഉണ്ടാവും, COCl ഇതാണ് എന്ത്? ടെറഫ്താലിയോൾ ക്ലോറൈഡ്. ടെറഫ്താലിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താ? COOH ആണ്. വെരി ഗുഡ്. രണ്ട് സൈഡിലും എന്തോരും? COH വരും. COHന്റെ സ്ട്രക്ചറും ഇങ്ങനെയാണ്. ഇതിനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ എക്സാമിന്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്? രണ്ടിടത്തും പാരാഫിലിൻ ഡയമീൻ തന്നെയാണ്. ഇവിടെ ഈ ഒരു ടെറഫ്തലോൾ ക്ലോറൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഡയമീനിലെ NH2 ഹൈഡ്രജനും Cl കൂടെ ചേർന്നിട്ട് HCl എലിമിനേറ്റ് ആവും. നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഇവിടെ നിന്ന് രണ്ടിടത്തും Cl പോവും, ഈ ഒരു സാധനം കിട്ടും. ഇവിടെയും സെയിം തന്നെയാണ്. ഇവിടെ നിന്നും NH2 വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജനും OHും കൂടെ എന്ത് എലിമിനേറ്റ് ആവും? വാട്ടർ എലിമിനേറ്റ് ആയിട്ട് പോകും. പിന്നെ നമുക്ക് അവിടെ കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഈ സെയിം സ്ട്രക്ചർ തന്നെയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പാരാഫിലിൻ ഡയമീനിന്റെ കൂടെ ടെറഫ്താലിക് ആസിഡും യൂസ് ചെയ്യാം, ടെറഫ്താലിയോൾ ക്ലോറൈഡും യൂസ് ചെയ്യാം. ടെറഫ്താലിയോൾ ക്ലോറൈഡ് പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ആസിഡ് ആണെന്ന് പറഞ്ഞിട്ട് വരരുത്. ജസ്റ്റ് ആ ഒരു റിയാക്ഷൻ ഒക്കെ എഴുതി നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ആ NH2 ഒരു ഹൈഡ്രജനും ഇവിടെ OH ആയിട്ട് റിയാക്ട് ചെയ്യും ആസിഡ് ആണെങ്കിൽ, ഇവിടെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യും അത് എന്താണെങ്കിലും ടെറഫ്താലിയോൾ ക്ലോറൈഡ് ആണെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടെറഫ്താലിക് ആസിഡ് അല്ലെങ്കിൽ ടെറഫ്താലിയോൾ ക്ലോറൈഡ്. ടെറഫ്താലിയോൾ ക്ലോറൈഡിന് ടെറഫ്താലിയോൾ ഡൈക്ലോറൈഡ് എന്നും പറയും കേട്ടോ. ആ രണ്ടിടത്തും COCl വരുന്നുണ്ട്. ടെറഫ്താലിയോൾ ഡൈക്ലോറൈഡ് എന്നും പറയാം. ഓക്കെ, now which of these polymer membrane is used in PM fuel cells? ഇതും പ്രീവിയസ്ലി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബി നഫ്യോൺ. നഫ്യോൺ എന്താണെന്നറിയോ? ഇല്ല, അറിയില്ല. ഓക്കെ, പറഞ്ഞ ആൾക്കറിയോ? രാഖി. ഇല്ല സർ, ഞാനതിൽ വായിച്ചതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കുഴപ്പമില്ല. നഫ്യോൺ ആണ് ആൻസർ. നഫ്യോൺ എന്ന് പറയുമ്പോൾ ഈ PM എന്ന് പറയുന്നത് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ, ഒരു ഫ്യൂൽ സെല്ലിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്യൂൽ ദാറ്റ് കൺവേർട്സ് അതായത് നമ്മുടെ സെൽസ് അറിയാലോ, ബാറ്ററി പോലത്തെ സാധനം, അതിന്റെ അതൊരു മെംബ്രെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി നഫ്യോൺ എന്താന്ന് പഠിക്കുക? സൾഫോണേറ്റഡ് ടെട്രാഫ്ലൂറോ എത്തിലീൻ ബേസ്ഡ് പോളിമർ ആണ് കേട്ടോ. ടെട്രാഫ്ലൂറോ എത്തിലീൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ PTFE സൾഫോണേഷൻ ചെയ്തു വരുന്ന പോളിമർ ആണ്. സൾഫോണേഷൻ ചെയ്തു വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് നഫ്യോൺ എന്ന് പറയുന്നത്. ഇതൊരു ട്രേഡ് നെയിം ആണ്. ഇതാണ് അതിന്റെ കെമിക്കൽ നെയിം. ഡ്യൂപോണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ സാധനം കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെവ്ലാറും കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിച്ചത് ഈ കമ്പനി തന്നെയല്ലേ? അതെ അതെ, അവിടെ ഒരു ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ. കെവ്ലാർ ഇൻവെന്റ് ചെയ്യുന്നത് ഒരു സ്റ്റെഫനി കൗലക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ്, ഒരു സയന്റിസ്റ്റ് ആണ്. അവരും ഡ്യൂപോണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഡ്യൂപോണ്ടിൽ നിന്നാണ് നൊമെക്സും കെവ്ലാറും ഒക്കെ ഡ്യൂപോണ്ട് എന്ന് പറയുന്ന ഒരു കമ്പനി അവരാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ആ പേരുകളൊന്നും സ്റ്റെഫാനി കൗലക്ക്, ഡ്യൂപോണ്ട്. ഈ പറഞ്ഞ നഫ്യോണും അത് തന്നെയാണ്. ഓക്കെ.
ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.